നമസ്കാരം. കേരളത്തിൽ നിരവധി വിവാദങ്ങൾ ദിവസവും ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു വിവാദം കൂടി ഇപ്പോൾ കത്തിക്കൊണ്ടിരിക്കുകയാണ്. കേരള ഗാനം എന്ന വിഷയം. ഈ കേരള ഗാനം ഇങ്ങനെ വിവാദമാകാൻ കാരണമായത് നമുക്കറിയാം എന്താണെന്നുള്ളത്. ശ്രീകുമാരൻ തമ്പി പാട്ടെഴുതി കൊടുത്തു, അത് ശരിയല്ല, അത് ക്ലീഷയാണെന്ന് സാഹിത്യ അക്കാദമിയുടെ ചെയർമാൻ സച്ചിദാനന്ദൻ പറഞ്ഞു. അതിനുശേഷമാണ് വിവാദമായത്. പക്ഷേ അതിനു മുമ്പ് തന്നെ കേരള ഗാനം വിവാദമായിരുന്നു. എന്തിനാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു കേരള ഗാനം കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്? അതിൻ്റെ കാര്യം എന്താണ്? അതിൻ്റെ ആവശ്യം എന്താണ് എന്നത് പലപ്പോഴും ചർച്ചയായിട്ടുണ്ട്, ചോദ്യമായിട്ട് ഉയർന്നിട്ടുണ്ട്. നമുക്ക് രാജ്യത്തിനൊരു ദേശീയ ഗാനമുണ്ട്. ആ ദേശീയ ഗാനമുള്ളപ്പോൾ കേരളത്തിന് മാത്രമായിട്ടൊരു കേരള ഗാനം എന്തിന് എന്നത് പലപ്പോഴും ഉയർന്ന ചോദ്യമാണ്. ഇതുവരെയും ഒരിടത്തുനിന്നും വ്യക്തമായ ഉത്തരം ഉണ്ടായിട്ടില്ല. കേരളത്തിനൊരു ഗാനം എന്നത് കേൾക്കുമ്പോൾ കൊള്ളാവുന്ന ഒരു നല്ല കാര്യം തന്നെയാണ്. പക്ഷേ കേരളം എന്നതൊരു പ്രത്യേക രാജ്യമായിട്ട് മാറാൻ ഉദ്ദേശം ആർക്കെങ്കിലും ഉണ്ടോ? ഒരിക്കലും അത്തരത്തിലുള്ളൊരു സംശയം പോലും നമ്മൾ വച്ചു പുലർത്താനും പാടില്ലാത്തതാണ്. കാരണം നമ്മുടെ രാജ്യം, നമ്മുടെ ഭാരതമാണ് നമ്മുടെ മാതാവ്, നമ്മുടെ അമ്മ. നമ്മൾ കാശ്മീർ മുതൽ കന്യാകുമാരി വരെ ഒറ്റക്കെട്ടായി നിൽക്കുന്ന ഒരു രാജ്യം തന്നെയാണ്. പൈതൃകമായ സംസ്കാരം നമ്മുടെ ഏറ്റവും വലിയ ശക്തിയാണ്. നൂറുകണക്കിന് വർഷം വിദേശ ശക്തികൾ നമ്മളെ അടച്ചു ഭരിച്ചിട്ടും, നമ്മളെ അടിമകളാക്കി വച്ച് നമ്മുടെ മുഴുവനും കൊള്ളയടിച്ചുകൊണ്ട് പോയിട്ടും, നമ്മുടെ ക്ഷേത്രങ്ങളും അതുപോലെ നമ്മുടെ കൊട്ടാരങ്ങളും എല്ലാം കൊള്ളയടിച്ചു കൊണ്ടുപോവുകയും ക്ഷേത്രങ്ങൾ തകർക്കുകയും ഒക്കെ ചെയ്തിട്ടും ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു മഹത്തായ സംസ്കാരമാണ് നമ്മുടെ ഭാരതം എന്ന് പറയുന്നത്. ആ സംസ്കാരമുള്ള ഒരു ഭാരതം നിലനിൽക്കുമ്പോൾ കേരളത്തിന് മാത്രമായിട്ടൊരു കേരള ഗാനം എന്തിന് എന്ന ചോദ്യം പലപ്പോഴും വരുന്നത്. ഇപ്പോഴും ആ ചോദ്യം ഉയരുന്നുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിലെ UDF ഇപ്പോഴും ചോദിക്കുന്നത് എന്തിനാണ് അങ്ങനെ ഒരു ഗാനം എന്ന് ചോദിക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ നമ്മൾ ചേർത്ത് നോക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നമുക്ക് ഇപ്പോൾ എല്ലാം K ബ്രാൻഡിലാണ് പോകുന്നത്. നല്ല കാര്യമാണ് കേരളത്തിൻ്റെ പേരിലൊരു ബ്രാൻഡ് വരിക എന്നുള്ളത്. പക്ഷേ അതിൻ്റെ പിന്നിലും ദുരുദ്ദേശമുണ്ടോ നമ്മൾ സംശയിക്കാതിരിക്കാൻ നിവർത്തിയില്ല. വെറുതെ സംശയിച്ചു പോകുന്നതാണ്. K ബ്രാൻഡ് എല്ലാം, K ഫോൺ, K റെയിൽ, K സ്റ്റോർ, K സ്മാർട്ട്, ഇങ്ങനെ തുടങ്ങി ഒരുപാട് K ബ്രാൻഡുകൾ ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെയാണ് ഒരു K ഗാനവും കൂടി വരുന്നത്. അപ്പോൾ ഈ K ഗാനവും കൂടി ഇപ്പോൾ വിവാദമായിരിക്കുന്നു. ഈ പിണറായി വിജയൻ്റെ ഗവൺമെൻറ് തന്നെയാണ് ഒരു K ഗാനത്തിന് വേണ്ടിയിട്ട് പരിപാടി പ്ലാൻ ചെയ്തതും അങ്ങനെ ഒരു സമിതിയെ രൂപീകരിച്ചതും. 2018 ജൂലൈ 6 അങ്ങനെ ഒരു സമിതിയെ ഉണ്ടാക്കിയത്. എന്നിട്ട് ആ സമിതി പരിശോധിക്കണമെന്ന് പറഞ്ഞു. അതാണ് നമ്മൾ 2018 പക്ഷേ 2014 നമുക്കൊരു കേരള ഗാനം ഉണ്ടായിരുന്നു. അത് ബോധേശ്വരൻ്റെ ജയ ജയ കേരള ധരണി എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ഗാനമാണ്. അത് നമ്മുടെ സാംസ്കാരിക വകുപ്പ് അംഗീകരിച്ചതുമാണ്. അപ്പോൾ അതിപ്പോൾ പാടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും ഇപ്പോൾ പലയിടത്തും ഉയർന്നു വന്നിരിക്കുന്നത് കേരള ഗാനം ശ്രീനാരായണ ഗുരുവിൻ്റെ ദൈവദശകത്തിൽ എടുത്തിട്ട് കേരള ഗാനമാക്കണമെന്നാണ് ഇപ്പോൾ നാരായണ ഗുരുവായിട്ട് ചേർന്ന് നിൽക്കുന്ന ശ്രീനാരായണ ധർമ്മസംഘം ജനറൽ സെക്രട്ടറി സ്വാമി ശുഭാകാനന്ദ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അത് വേണമെന്നാണ്. എന്നാൽ KC ജോസഫ്, കോൺഗ്രസിൻ്റെ KC ജോസഫ്, മുൻ സാംസ്കാരിക വകുപ്പ് മന്ത്രി, പറയുന്നത് ഇവിടെ ഒരു ബോധേശ്വരൻ്റെ ഗാനം നമ്മൾ സാംസ്കാരിക വകുപ്പ് ഒരു ദേശീയ കേരള ഗാനം പോലെ നമ്മൾ പ്രയോഗിച്ചതാണ്, നമ്മളത് പല സ്ഥലത്തും ഉപയോഗിച്ചതാണ്, പൊതുവേദികളിലെല്ലാം. അത് തന്നെ പോരെ എന്നതാണ് ചോദിക്കുന്നത്. എന്നിട്ട് KC ജോസഫ് പറയുന്നു, അങ്ങനെയാണെങ്കിൽ പോലും അത് സാഹിത്യ അക്കാദമി അല്ല അത് കണ്ടെത്തി തീരുമാനിക്കേണ്ടത്, അത് സാംസ്കാരിക വകുപ്പാണ് അത് കണ്ടെത്തേണ്ടത്. അതിൻ്റെ ചുമതല സാഹിത്യ അക്കാദമിക്കല്ല വിട്ടുകൊടുക്കേണ്ടത്. അതുകൊണ്ടാണ് ഇത്രയും വിവാദമായതും പ്രശ്നമായതും അത് ആകെ മോശമായി തീർന്നതും. സാംസ്കാരിക വകുപ്പ് അതിനുള്ള ചുമതല ഏറ്റെടുത്ത് അങ്ങനെയാണ് ചെയ്യേണ്ടിയിരുന്നത്. പക്ഷെ അത് ചെയ്തില്ല. മാത്രമല്ല സാംസ്കാരിക വകുപ്പിന് അങ്ങനെ ഒരു ഗാനം ഉണ്ട്, ആ ഗാനത്തിന് തന്നെ നിലനിർത്തിയാൽ പോരെ. കാരണം ദേശീയ ഗാനം എന്നത് ടാഗോറിൻ്റെ ഗാനത്തിൽ നിന്നാണ് നമ്മൾ എടുത്തത്. പഴയ പുതുതായിട്ടൊരു ഗാനം നമ്മൾ ഉണ്ടാക്കിയില്ല. പഴയ ടാഗോറിൻ്റെ ഗാനത്തിൽ നിന്നാണ് നമ്മൾ എടുത്ത് ദേശീയ ഗാനം ഉണ്ടാക്കി. അതുപോലെ തന്നെ ബോധേശ്വരൻ്റെ നമ്മുടെ പഴയ ഗാനം അത്രയും ഉള്ളത് കൊണ്ട് അതിൽ നിന്ന് എടുത്താൽ പോരെ എന്നതാണ് ഇപ്പോഴും ഉയർന്നു വരുന്നത്. എന്തായാലും ഈ കേരള ഗാനം വിവാദമാകുമ്പോഴും അതിന് പിന്നിലുള്ള ദുരുദ്ദേശം, സംശയം നിലനിൽക്കുന്നത് തന്നെയാണ്.